ഹായ് ഫ്രണ്ട്സ്, ആർ4ഐയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഏപ്രിൽ 24 ഒരു ക്ലോസിംഗ് ഡാറ്റ പ്രകാരം IT ഇൻഡെക്സ് നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചാൽ നമുക്കറിയാം IT ഇൻഡെക്സിൽ 10 സ്റ്റോക്കുകളാണുള്ളത്. അപ്പോൾ 10 സ്റ്റോക്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു IT ഇൻഡെക്സ് അതിൻ്റെ ഹൈയിൽ നിന്നും ഏകദേശം 30% തകർന്നിട്ടുള്ളത്. ഇപ്പോൾ IT ഇൻഡെക്സിൻ്റെ വാല്യൂ 28,531 അതിൻ്റെ ഹൈ 40,301 അവിടെ നിന്നാണ് 30% ഫോള്. അപ്പോൾ ഈ 30% ഫോള് എന്ന് പറയുന്നത് നമുക്ക് വളരെ നിസ്സാരമായി കാണാൻ കഴിയില്ല. കാരണം നമ്മൾ ജസ്റ്റ് ഇമാജിൻ നമ്മുടെ നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ 26,300 ലെവലാണ്. അപ്പോൾ അവിടെ നിന്ന് 30% നിഫ്റ്റി ഇടിഞ്ഞാൽ നിഫ്റ്റിയുടെ ലെവൽ 18,000-19,000 ലെവലിലേക്ക് എത്തും. അപ്പോൾ നിഫ്റ്റി ഒരു 18,000-19,000 ലെവലിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിനപ്പുറത്താണ്. അപ്പോൾ നിഫ്റ്റി ആയിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ IT ഫോള് എത്ര ഭീകരമാണെന്ന് നമുക്ക് മനസ്സിലാവുക. കഴിഞ്ഞ 5 വർഷത്തെ നിഫ്റ്റിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് റിട്ടേൺ 66% നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ റിട്ടേൺ 11% മാത്രമാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ഈ ഒരു ഫോള് വളരെ ഗ്രാജുവലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. കഴിഞ്ഞ 5 വർഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണിത്. കാരണം അതിന് മുമ്പത്തെയൊക്കെ നിഫ്റ്റി IT പെർഫോമൻസ് എന്ന് പറയുന്നത് അത് നിഫ്റ്റിയെ ഔട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. കാരണം 2008 ഗ്ലോബൽ ക്രൈസിസിന് ശേഷം 2010 മുതൽ 2020 വരെയുള്ള ആ ഒരു 10 വർഷ കാലയളവിൽ ഇന്ത്യൻ IT മേഖലയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ കാലഘട്ടത്തിലൊന്നായിരുന്നു. ആ ഒരു 10 വർഷത്തിനിടയിൽ IT ഇൻഡെക്സ് നിഫ്റ്റി 50യേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഇപ്പോൾ 2010 തുടക്കത്തിൽ നിഫ്റ്റി ITയുടെ വാല്യൂ 6,000 ആണെങ്കിൽ 2020 15,500 വരെ എത്തി. അപ്പോൾ ഏകദേശം 155-160% റിട്ടേൺ ആണ് നിഫ്റ്റി IT നൽകിയതെങ്കിൽ നിഫ്റ്റി 50യുടെ വാല്യൂ നമ്മൾ കാണുന്നത് 5,200 നിന്ന് 12,200 വരെ മാത്രമാണ്, 135% മാത്രമാണ്. അപ്പോൾ ആ ഒരു 10 വർഷത്തെ കാലയളവിൽ നിഫ്റ്റി IT ഇൻഡെക്സ് നിഫ്റ്റി 50യെ വലിയ തോതിൽ ഔട്ട് പെർഫോം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2010-2013 കാലഘട്ടത്തിൽ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ലോകം IT സർവീസിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു സമയമായിരുന്നു. ഇൻഫോസിസും TCSും ഒക്കെ വലിയ കോൺട്രാക്റ്റുകൾ നേടിത്തുടങ്ങിയ ഒരു കാലമായിരുന്നത്. അതുപോലെ 2014-2016 ക്ലൗഡ് വിപ്ലവം തുടങ്ങിയ സമയമാണ്. അതായത് പരമ്പരാഗതമായിട്ടുള്ള ASM ടെക്നോളജി, അതായത് ആപ്ലിക്കേഷൻ സപ്പോർട്ട് ആൻഡ് മെയിൻ്റനൻസ് ബിസിനസ്സിൽ നിന്നും കമ്പനികൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലേക്കും ഡിജിറ്റൽ സേവനങ്ങളിലേക്കും മാറാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു അത്. അതുപോലെ 2017-2019 കാലഘട്ടങ്ങളിൽ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ വലിയ തോതിൽ ഇടിഞ്ഞപ്പോൾ IT കമ്പനികളുടെ ലാഭം വർദ്ധിക്കുകയും എക്സ്പോർട്ടിൽ നിന്നുള്ള വരുമാനം കൂടിയതോടെ IT ഇൻഡെക്സ് പുതിയ ഉയരങ്ങൾ കീഴടക്കുകയും ചെയ്തു. എന്നാൽ 2020 കോവിഡിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കാരണം കോവിഡ് ലോക്ക്ഡൗൺ വന്നപ്പോൾ IT ഇൻഡെക്സ് പെട്ടെന്ന് ഇടിഞ്ഞെങ്കിലും ഏകദേശം 25% അന്ന് ക്രാഷ് ഉണ്ടായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഡിജിറ്റലൈസേഷൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് മാർക്കറ്റ് ഒരു V-ഷേപ്പ് റിക്കവറിയാണ് IT ഇൻഡെക്സിന് കൊടുത്തത്. അപ്പോൾ 2020-2022 ആ കോവിഡിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടം ഈ ഡിജിറ്റലൈസേഷൻ കൂടിയതോടെ നിഫ്റ്റി IT ഇൻഡെക്സ് ഏകദേശം 300% ആബ്സല്യൂട്ട് റിട്ടേൺ ആണ് നൽകിയത്. എന്നാൽ ഇപ്പോൾ ഈ 2024-26 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ AI ഉയർത്തിയിട്ടുള്ള വെല്ലുവിളികളും ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഇതൊക്കെ മൊത്തത്തിൽ ഒരു കറക്ഷൻ ഈ ഇൻഡെക്സിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം IT സ്റ്റോക്കുകൾ തിളങ്ങിക്കൊണ്ടിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ TCSും ഇൻഫോസും വിപ്രോയും തുടങ്ങിയ കമ്പനികൾ വലിയ തോതിൽ ഡിവിഡൻഡുകൾ നൽകുകയും അവർ വലിയ തോതിൽ ബൈബാക്കുകൾ നടത്തുകയും ബോണസ് ഇഷ്യൂയും ഒക്കെ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രിയപ്പെട്ട സ്റ്റോക്കുകളായിട്ട് ഈ ടെക്നോളജി സ്റ്റോക്കുകൾ മാറിയിരുന്നു. കൂടാതെ ഈ സ്റ്റോക്കുകളുടെ പ്രത്യേകത അവിടെ സീറോ ഡെറ്റാണ്, വലിയ തോതിൽ കടമില്ലാത്ത കമ്പനികൾ. കാരണം ഇതൊരു അസറ്റ് ലൈറ്റ് മോഡലാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സാമ്പത്തിക പ്രതിസന്ധിയും അതിജീവിക്കാൻ IT കമ്പനികൾക്ക് കഴിയുമായിരുന്നു. കൂടാതെ US മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ട് നമ്മുടെ IT കമ്പനികൾക്ക് ഉണ്ടായിരുന്നു. അമേരിക്കൻ കമ്പനികൾ അവരുടെ പ്രവർത്തന ചെലവ് കുറയ്ക്കാനായിട്ട് ഇന്ത്യൻ IT കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ധാരാളമായി വന്നതാണ് നമ്മുടെ IT സെക്ടർ വലിയ തോതിൽ വരാൻ കാരണമായത്. അപ്പോൾ ഇത്തരത്തിൽ തിളങ്ങി നിൽക്കുന്ന IT സെഗ്മെൻറ്റിലാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള വലിയൊരു ഫോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ FY26 ഈ Q4 റിസൾട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ പല പ്രമുഖ IT കമ്പനികളും അവരുടെ റിസൾട്ടുകൾ ഓൾറെഡി പുറത്തുവിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ കണക്കുകൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്, IT മേഖലയിൽ ആ ഒരു പഴയ സുവർണ്ണകാലം പതുക്കെ ഇല്ലാതാവുകയാണ്. നമ്മുടെ IT സ്റ്റോക്കുകളിൽ 15% മുതൽ 20% വരെ വളർച്ച ഉണ്ടായിരുന്ന കമ്പനികളായിരുന്നു. അവരുടെ ആ ഒരു ഗ്രോത്ത് ഗൈഡൻസ് ആണ് ഇപ്പോൾ 3% മുതൽ 5% വരെ താഴ്ത്തിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഇൻഫോസിൻ്റെ റിസൾട്ടിൽ അവർ കൊടുത്ത ഗൈഡൻസ് പ്രകാരം 1% മുതൽ 3.5% വരെയുള്ളൊരു വളർച്ച മാത്രമേ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്.
അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഗൈഡൻസ് കുറയാൻ കാരണം? അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നത് കാരണം IT കമ്പനികൾക്ക് സ്വാഭാവികമായിട്ടുള്ള ഓർഡർ കുറയും എന്നുള്ളതാണ് ഒരു കാരണം. കാരണം പണ്ട് 100 പേര് ജോലി ചെയ്തിരുന്ന ഒരു കോൺട്രാക്റ്റ് ഇപ്പോൾ 20-30 പേർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള ക്ലയൻറ്റുകൾ പറയുന്നത് നിങ്ങൾ കുറഞ്ഞ ആളുകളെ വെച്ച് പണി തീർക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തരുന്ന ബില്ലും കുറവായിരിക്കുമെന്നാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റവന്യൂ ഡിഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഉൽപ്പാദനക്ഷമത കൂടുമ്പോഴും കമ്പനിക്ക് കിട്ടുന്ന ലാഭം കുറയുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും IT സ്റ്റോക്കുകളുടെ വരുമാനത്തെ ബാധിക്കുന്നുണ്ട്. ഏകദേശം 3% വരെ ഇവരുടെ വരുമാനത്തിൽ ഇടിവുണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ US അവരുടെ പ്രൊജക്റ്റുകൾ തുടങ്ങാൻ വലിയ തോതിലുള്ള കാലതാമസമാണ് ഇപ്പോൾ നേരിടുന്നത്. കാരണം അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഡിസിഷൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുകൂടാതെ ഇന്ത്യയിലുള്ള ശമ്പള വർധനവും അതുപോലെ പുതിയ ടെക്നോളജിയിലെ നിക്ഷേപവും കാരണം കമ്പനികളുടെ ലാഭം കുറയുന്നുണ്ട്. ഇപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ച പല കമ്പനികളെയും നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ TCS അവരുടെ വളർച്ചാ നിരക്ക് അവർ പ്രതീക്ഷിക്കുന്നത് 4% മുതൽ 7% വരെയാണ്. ഇതൊരു എസ്റ്റിമേഷൻ മാത്രമാണ്. അവർ കൃത്യമായിട്ട് ഒരിക്കലും ഗൈഡൻസ് നൽകാറില്ല. എന്നാൽ FY26 മികച്ച വളർച്ച അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവരുടെ വലിയ തോതിലുള്ള ഓർഡർ അവരുടെ പൈപ്പ് ലൈനിൽ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇൻഫോസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് 1.5% മുതൽ 3.5% വരെയുള്ള ഒരു ഫ്യൂച്ചർ ഗ്രോത്താണ്. അത് പ്രതീക്ഷിച്ചതിലും കുറഞ്ഞൊരു ഗൈഡൻസ് ആണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൽ വലിയൊരു ഇടിവുണ്ടാകാൻ ഒരു കാരണമായിട്ട്. ഇതേപോലെ തന്നെ HCL ടെക് പറഞ്ഞിട്ടുള്ളത് അവരുടെ മുൻവർഷത്തെ 2 മുതൽ 5% വരെ ഉണ്ടായിരുന്ന ഗൈഡൻസ് അവർ കുറച്ചുകൊണ്ട് 1% മുതൽ 4% വരെ ആക്കിയിരിക്കുകയാണ്. അവരുടെ ക്ലയൻസ് പണം ചെലവാക്കുന്നതിൽ നിയന്ത്രണം വരുത്തുന്നതാണ് അവർക്ക് വലിയൊരു തിരിച്ചടിയായിട്ടുള്ളത്. അതുപോലെ വിപ്രോയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഗ്രോത്തും അവർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം -2% മുതൽ 0% ആണ് അവർ നൽകിയിട്ടുള്ള ഗൈഡൻസ്. അപ്പോൾ നെക്സ്റ്റ് ക്വാർട്ടർ റവന്യൂ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് ഇത് സൂചന നൽകുന്നത്. അതുകൊണ്ട് തന്നെ വിപ്രോയുടെ റിക്കവറി വലിയ തോതിൽ വൈകാനാണ് സാധ്യത. അതുപോലെ ടെക് മഹീന്ദ്ര അവർ 15% ഒരു എബിറ്റ് മാർജിനാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവർ വരുമാനത്തെക്കാൾ, അതായത് കൂടുതൽ ഓർഡർ ലഭിക്കുന്നതിനേക്കാൾ നിലവിലുള്ള ഓർഡറുകൾ അതിൻ്റെ മാർജിൻ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. കാരണം അവർ കൂടുതലായിട്ട് AI മേഖലയിൽ നിക്ഷേപം നടത്താനും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതുപോലെ LTIMindtree അവരൊരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം ബാങ്കിങ് മേഖലയിൽ ഉണ്ടാകുന്ന ഉണർവ് അവർക്ക് ഗുണകരമാകുമെന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ. അതുപോലെ ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസസ് അതൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ആയതിനാൽ അവരുടെ ഗൈഡൻസ് സാധാരണ സർവീസ് കമ്പനികളേക്കാൾ കുറച്ചുകൂടി ശക്തമാണ്. ഇപ്പോൾ ബാങ്കിങ് മേഖലയിലുള്ള ടെക്നോളജി അപ്ഡേഷൻ അത് നിർബന്ധിതമായതിനാൽ വരും വർഷങ്ങളിലും ഈ OFSSൻ്റെ മികച്ച വളർച്ച അവർ നിലനിർത്താൻ സാധ്യതയുണ്ട്. ഇനി മിഡ് ക്യാപ് സ്പേസിലേക്ക് വന്നാൽ പെർസിസ്റ്റൻറ്റ് സിസ്റ്റം നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ FY27 പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിൽ 13 മുതൽ 16% വരെയുള്ള ഒരു വളർച്ച അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവരുടെ AI അഡാപ്റ്റേഷൻ കുറച്ച് ഫാസ്റ്റ് സ്പേസിൽ നടക്കുന്ന ഒരു സ്റ്റോക്കാണത്. അതുപോലെ തന്നെ കോഫോർജ് അവരുടെ ഗൈഡൻസ് ഇതുവരെ വന്നിട്ടില്ല. മെയ് മാസത്തിലായിരിക്കും അത് വരിക. എങ്കിലും ബാങ്കിങ് ആൻഡ് ട്രാവൽ മേഖലകളിലെ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് മികച്ച വളർച്ച അവർ നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ L&T ടെക്നോളജി സർവീസസ് എഞ്ചിനീയറിംഗ് സേവനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇവർക്ക് ഓട്ടോമൊബൈൽ മേഖലയിലുള്ള മാന്ദ്യം കാരണം ഗൈഡൻസിൽ നേരെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ടാറ്റ എൽക്സിയം ഡിസൈൻ ആൻഡ് ടെക്നോളജി മേഖലയിൽ ശ്രദ്ധിക്കുന്ന ഇവർ ഓട്ടോമൊബൈൽ ഹെൽത്ത് കെയർ സെക്ടറുകളിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞത് കാരണം ജാഗ്രതയിലാണ്. ഇപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡിജിറ്റ് വളർച്ച മാത്രമേ അവരും പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത് കൂടാതെ IT മേഖലയിൽ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ കമ്പനികൾ മൊത്തം ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 60,000 മുതൽ 70,000 വരെ കുറവ് ജീവനക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള വർക്ക് ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാനാണ് ഇപ്പോൾ പല കമ്പനികളും ശ്രമിക്കുന്നത്. എന്നാൽ AI സ്കില്ല് നേടിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെൻറ്റിനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വെറും സർവീസ് നൽകുന്ന കമ്പനികളായി തുടർന്നാൽ നമുക്ക് രക്ഷയില്ല. പകരം AI ടൂളുകളും പ്ലാറ്റ്ഫോമുകളും നിർമ്മിക്കുന്ന പ്രൊഡക്റ്റ് കമ്പനികളായി മാറിയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് കമ്പനികൾ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള റിസർച്ച് അനലിസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ കാണുന്നത് ഇപ്പോഴുള്ള ഈ ഒരു തകർച്ച അത് ഈ ഒരു ക്വാർട്ടറോട് കൂടി അവസാനിക്കുമെന്നാണ്. അപ്പോൾ ഈ ഒരു ക്വാർട്ടറോട് കൂടി കമ്പനികളുടെ ആ ഒരു ഡൗൺ ട്രെൻഡ് അവസാനിച്ച് ഒരു ബോട്ടം IT കമ്പനികൾ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത്. എന്നാൽ 2027 സെക്കൻഡ് ക്വാർട്ടർ ആകുന്നതോടുകൂടി IT മേഖലയിൽ പതുക്കെ ഒരു റിക്കവറി ദൃശ്യമാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും AI സർവീസിൽ നിന്നുള്ള വരുമാനം പല കമ്പനികളുടെയും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഒരു പൂർണ്ണമായ തിരിച്ചു വരവ് അത് ഒരു FY28-29 കാലഘട്ടം ആകുമ്പോഴൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പൊതുവെയുള്ള ഒരു അനുമാനം.
എന്നാൽ ഇവിടെ ചില പ്രത്യേക കമ്പനികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് TCS, പെർസിസ്റ്റൻറ്റ് സിസ്റ്റം പോലെയുള്ള കമ്പനികൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടി വേഗത്തിൽ റിക്കവറി നടത്താൻ സാധ്യതയുള്ള കമ്പനികളാണ്. അപ്പോൾ AI ഈ ഒരു വേവിനെ എങ്ങനെ ഈ കമ്പനികൾ വരുമാനമാക്കി മാറ്റുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഓഹരികളുടെയൊക്കെ ഭാവി. അപ്പോൾ ചുരുക്കത്തിൽ 2026 എന്ന് പറയുന്നത് ഒരു സർവൈവൽ ഇയറാണ്, അല്ലെങ്കിൽ ഒരു അതിജീവന വർഷമായിട്ടാണ് IT രംഗത്ത് എല്ലാവരും കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് സ്റ്റോക്ക് പിക്ക് ചെയ്താലും ഒരു 2 വർഷം മുതൽ 3 വർഷത്തിൻ്റെ ഒരു വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നിലവിലെ IT സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല IT സ്റ്റോക്കുകളും അതിൻ്റെ വാല്യുവേഷൻ കംഫർട്ട് ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അക്യുമുലേഷൻ സ്റ്റേജാണ്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഒരു 3-4 വർഷം കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള റിക്കവറി നടക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് IT സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.